ആധാർ കാർഡ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയാണ് പാൻ കാർഡ്. രാജ്യത്തെ എല്ലാ സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാനും അവ പൂർത്തീകരിക്കാനും പാൻ കാർഡ് ഒരു സുപ്രധാന ഘടകം തന്നെ. അത് വ്യക്തികൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും ഒരുപോലെ അത്യാവശ്യമാണ്. നികുതി ഇടപാടുകൾക്കും പാൻ കാർഡ് വേണം. ഇപ്പോൾ നിലവിലെ പാൻ കാർഡിന് ചില മാറ്റങ്ങളും അപ്ഡേഷനുമായി കേന്ദ്ര സർക്കാർ പാൻ 2.0 എന്ന പദ്ധതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ QR കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് ഉടൻ ലഭിക്കും. നിലവിലെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ 15 മുതൽ 20 വർഷം പഴക്കമുള്ളതാണെന്നും നവീകരിക്കേണ്ടതുണ്ടെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാൻ 2.0 നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. ഇതോടുകൂടി നികുതിദായകർക്ക് പൂർണ്ണമായി ഡിജിറ്റലായി പാൻ സേവനം ലഭ്യമാകും. പുതിയ പാൻ കാർഡിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ നികുതിദായകർക്ക് നിരവധി സംശയങ്ങളാണുള്ളത്. ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വയ്ക്കുന്നതിനെ കുറിച്ചുള്ളതാണ് കൂടുതൽ ചോദ്യങ്ങളും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറയുന്നത് 1961 ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകളനുസരിച്ച് ഒരു വ്യക്തിക്കും ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വയ്ക്കാൻ കഴിയില്ല. ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പാൻ നമ്പർ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജുറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അധിക പാൻ കാർഡ് സറണ്ടർ ചെയ്യാനും ബാധ്യസ്ഥനാണ്. ഇങ്ങനെ അധിക പാൻ കാർഡ് സറണ്ടർ ചെയ്യാത്തവർക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 272B അനുസരിച്ച് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെച്ചതിന് 10,000 രൂപ പിഴ നൽകേണ്ടി വരും. നിലവിൽ ഉപയോഗത്തിലുള്ള നിങ്ങളുടെ പാൻ കാർഡ് എങ്ങനെ റദ്ദാക്കുമെന്നറിയാൻ ഒന്നാമതായി ഔദ്യോഗിക NSDL പോർട്ടലിലേക്ക് പോയി അപ്ലൈ ഫോർ പാൻ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. രണ്ടാമതായി ആപ്ലിക്കേഷൻ തരം വിഭാഗത്തിൽ താഴെ നൽകിയിട്ടുള്ള നിലവിലുള്ള പാൻ ഡാറ്റയിലെ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പിന്നീട് പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും. ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുകയും കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കുക. പിന്നീട് സമർപ്പിച്ച് ഓക്കെ ആയതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.